നമസ്കാരം. അനന്തമായ ബഹിരാകാശത്ത് എവിടെയോ ഒഴുകി നടക്കുന്ന ഒരു കൊച്ചു നീലഗ്രഹം. പ്രപഞ്ചത്തിൽ ഇതുവരെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ലോകം. അതെ, നമ്മുടെ സ്വന്തം ഭൂമിയുടെ കഥ പറയുന്ന ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും വൈകാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്? ഭൂമിയുടെ ജനനം, അവിടുത്തെ മനോഹരമായ സന്തുലിതാവസ്ഥ, പിന്നെ വന്യജീവി ലോകം, മനുഷ്യന്റെ കടന്നുവരവ്, ഇന്നത്തെ കാലാവസ്ഥാ പ്രതിസന്ധി, ഒടുവിൽ ഈ ഗ്രഹത്തോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ശരി, നമുക്കിതിലേക്കങ്ങ് ഡൈവ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം, നമ്മുടെ ഭൂമിയുടെ ജനനം. അതെ, കറക്റ്റ് 450 കോടി വർഷങ്ങൾക്ക് മുൻപ്, അതായത് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അവിശ്വസനീയമായ ഒരു ഉദ്ഭവ കഥയാണിത്. കേൾക്കാൻ നല്ല രസമുള്ള ഒന്നാണ് കേട്ടോ. ഒരു നിമിഷം ആ വലിയ ടൈം ലൈൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വെറും പൊടിയും പാറകളും കൂട്ടിയിടിച്ചാണ് ഈ കഥ തുടങ്ങുന്നത് തന്നെ. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ആ വലിയ തീഗോളം പതുക്കെ തണുത്തുറഞ്ഞു. പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ രൂപപ്പെട്ടത് തന്നെ. ഇന്നത്തെ ഈയൊരു രൂപത്തിലേക്ക് എത്താൻ ഭൂമി എത്രമാത്രം സമയമെടുത്തുവെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ഭൂമിയുടെ ഈയൊരു ജനനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വലിയൊരു ബിൽഡിംഗ് പണിയുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ചുറ്റും ഇഷ്ടികയും സിമെന്റുമൊക്കെ കിടക്കുന്നതുപോലെ ബഹിരാകാശത്ത് ചിതറിക്കിടന്ന പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും തമ്മിൽ വല്ലാതെ കൂട്ടിയിടിച്ചു. ശരിക്കും അതൊരു കോസ്മിക് കൺസ്ട്രക്ഷൻ സൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഈ പാറക്കഷ്ണങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് ഭൂമി എന്ന ഈ വലിയ ഗോളം പണിതുയർത്തിയത്. അങ്ങനെ പണിതുയർത്തിയ ആദിമ ഭൂമി ഒരു വലിയ അഗ്നിഗോളമായിരുന്നു എന്ന് നമുക്കറിയാമല്ലേ? പക്ഷെ അതെങ്ങനെ ഇന്നത്തെ പോലെ തണുത്തുറഞ്ഞു? കാറ്റത്ത് കിടക്കുന്ന ഒരു കനൽത്തരി പതുക്കെ പതുക്കെ തണുത്തുറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എക്സാക്ട്ലി അതുപോലെ തന്നെയായിരുന്നു ഭൂമിയുടെ കാര്യവും. ആ വലിയ തീഗോളം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പതുക്കെ തണുത്തുറഞ്ഞ് ഇന്നത്തെ ഉറപ്പുള്ള പാറകളും മണ്ണുമായി മാറി. അങ്ങനെ തണുത്തുറഞ്ഞ ഭൂമി പതുക്കെ അതിമനോഹരമായ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കടന്നു. അതാണ് രണ്ടാമത്തെ ഭാഗം, ദ ബ്ലൂ ഇക്വിലിബ്രിയം, അതായത് ആ മനോഹരമായ നീല സന്തുലിതാവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ജലവും പച്ചപ്പുമൊക്കെ നിറഞ്ഞ ഒരു പുതിയ ലോകത്തിന്റെ തുടക്കം. ഇതൊന്ന് നോക്കിയേ, ഈ കണക്ക് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഭൂമിയുടെ 71% വെള്ളമാണ്, വെറും 29% മാത്രമാണ് കരയുള്ളത്. ഈ വലിയ സമുദ്രങ്ങളാണ് ഭൂമിയുടെ കാലാവസ്ഥയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് തന്നെ. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി മനോഹരമായ ഒരു നീലഗ്രഹമായി കാണപ്പെടാൻ കാരണവും മറ്റൊന്നല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവ തമ്മിലുള്ള ഒരു ബാലൻസ് ആണ്. ഒരു വശത്ത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന അതിവിശാലമായ സമുദ്രങ്ങൾ, മറുവശത്തോ ഭൂമിയുടെ സ്വന്തം ശ്വാസകോശമായി പ്രവർത്തിക്കുന്ന ആമസോൺ പോലുള്ള മഹാവനങ്ങൾ. ശരിക്കും ഇവ രണ്ടും ചേർന്നാണ് ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിർത്തുന്ന ആ വലിയ സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ എക്സ്പ്ലെയിനറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം, ഒരു വന്യജീവി ലോകം. ഭൂമിക്ക് ഈയൊരു പെർഫെക്റ്റ് ബാലൻസ് കിട്ടിയതോടെ പലതരം ജീവജാലങ്ങൾ ഇവിടെ ജനിക്കാൻ തുടങ്ങി. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണിത്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആഫ്രിക്കൻ ആനകൾ, ഗാംഭീര്യമുള്ള ബംഗാൾ കടുവകൾ, ആകാശത്ത് സ്വതന്ത്രമായി പാറി നടക്കുന്ന പക്ഷികൾ, സമുദ്രത്തിന്റെ അഗാധതകളിൽ നീന്തുന്ന ഭീമൻ തിമിംഗലങ്ങൾ, അങ്ങനെ കോടിക്കണക്കിന് ജീവജാലങ്ങളാണ് ഈ ഭൂമിയെ തങ്ങളുടെ സ്വന്തം വീടാക്കി മാറ്റിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരവും വിശാലവുമായ ഒരു വൈവിധ്യമാണിത്. ശരിക്കും രോമാഞ്ചം വരുത്തുന്ന കാഴ്ചകൾ. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രകൃതിയുടെ ഈ സമതുലിതാവസ്ഥ മനുഷ്യരുടെ ഭാവിക്കു കൂടെ അത്യാവശ്യമാണ് കേട്ടോ. ഈ വന്യജീവികളെന്ന് പറയുന്നത് വെറുതെ ഫോട്ടോ എടുക്കാനും കണ്ടു രസിക്കാനും മാത്രമുള്ള ഒന്നല്ല. ഈ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം അതിജീവനത്തിന് തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നാലാമത്തെ ഭാഗം, മനുഷ്യന്റെ കാൽപ്പാടുകൾ. ഈ മനോഹരമായ ലോകത്തേക്ക് മനുഷ്യൻ എന്ന ബുദ്ധിജീവിയുടെ എൻട്രി. പിന്നീട് അങ്ങോട്ട് അവരുടെ അതിവേഗത്തിലുള്ള വളർച്ചയും ആധിപത്യവുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുരാതന സംസ്കാരങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ മോഡേൺ സിറ്റികളിലൂടെ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും വരെ നമ്മൾ എത്തി നിൽക്കുന്നു. മറ്റൊരു ജീവിക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അത്രയും അത്ഭുതകരമായ മുന്നേറ്റമാണ് ഒരു വർഗം എന്ന നിലയിൽ നമ്മൾ നടത്തിയത്, അല്ലേ? അത് നമ്മളെ സമ്മതിച്ചേ പറ്റൂ.
പക്ഷേ ഇതിലൂടെല്ലാം തെളിയുന്നൊരു വലിയ സത്യമുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് മറ്റാരുമല്ല, അത് നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളും കണ്ടെത്തലുകളും ഒക്കെ വളരെ മികച്ചതാണ്, സംശയമില്ല. എന്നാൽ മറ്റേതൊരു ജീവിയേക്കാളും കൂടുതലായി ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഈ മാറ്റങ്ങൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അതാണ് 5ാമത്തെ ഭാഗം, കാലാവസ്ഥാ പ്രതിസന്ധി. മനുഷ്യന്റെ പുരോഗതി ഈ ഭൂമിക്കുണ്ടാക്കിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ കണ്ട ആ മനോഹരമായ വന്യജീവി ലോകത്തിന് നേർവിപരീതമായ ഒന്നാണ് ഭൂമി ഇന്ന് നേരിടുന്നത്. ഗ്ലോബൽ വാർമിംഗ്, വൻതോതിലുള്ള കാടുകളുടെ നാശം, ഭൂമിയെ ശ്വാസം മുട്ടിക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണം, പിന്നെ അനേകം ജീവജാലങ്ങൾ നേരിടുന്ന വംശനാശ ഭീഷണി എല്ലാം കൂടി ഭൂമിയുടെ ആ മനോഹരമായ ബാലൻസിനെ ഇല്ലാതാക്കുകയാണ്. ശരിക്കും സങ്കടകരമായ അവസ്ഥ. ഇത് നോക്കൂ, ഒരു വശത്ത് ടെക്നോളജിയിലുള്ള നമ്മുടെ വമ്പൻ വിജയങ്ങൾ, എന്നാൽ മറുവശത്തോ അതിനായി പ്രകൃതിക്ക് നമ്മൾ നൽകേണ്ടി വരുന്ന വലിയ വില. മനുഷ്യന്റെ വളർച്ചയും പ്രകൃതിയുടെ തകർച്ചയും തമ്മിലുള്ള ഈ നേരിട്ടുള്ള കണക്ഷൻ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടം ഇനി സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വിശകലനത്തിന്റെ അവസാന ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. 6ാമത്തെ ഭാഗം, നമ്മുടെ അവസാനത്തെ ഉത്തരവാദിത്തം. ഈ പ്രതിസന്ധികൾക്കിടയിലും എല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മറിച്ച് ഇതൊരു വലിയ പരീക്ഷണമാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ കടമയാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്, വളരെ വ്യക്തമാണ്. നമ്മെ നിലനിർത്തുന്ന പ്രകൃതിയെ സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള കടമ. നമ്മൾ ഈ ഗ്രഹത്തിലെ വെറും ഒരു വാടകക്കാരനല്ല, മറിച്ച് ജീവന്റെ ഈ വലിയ അത്ഭുതത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള കാവൽക്കാരനാണ് എന്ന് എപ്പോഴും ഓർക്കുക. അവസാനമായി നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരൊറ്റ സംഖ്യയുണ്ട്, 1. നമ്മൾ എത്ര വലിയ സയൻസ് ഫിക്ഷൻ സിനിമകൾ കണ്ടാലും, എത്ര വലിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചാലും ശരി, നമുക്ക് ജീവിക്കാൻ ഈ ഒരൊറ്റ ഭൂമി മാത്രമേ ഉള്ളൂ. നമുക്കൊരു പ്ലാൻ ബി ഇല്ല, ഒരു ബാക്കപ്പ് പ്ലാനറ്റുമില്ല എന്ന വലിയ യാഥാർത്ഥ്യം നമ്മളെ എപ്പോഴും ഉൾക്കൊള്ളണം. ഒരു വലിയ ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഭൂമി ഇല്ലെങ്കിൽ നാളത്തെ ഭൂമിയെ രക്ഷിക്കാൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ പ്രവർത്തികൾക്ക് ഈ നീലഗ്രഹത്തെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.